ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബട്ടൂരി പിന്നെ അതുപോലെ തന്നെ മട്ടൻ കുറുമയും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. മട്ടൻ കുറുമൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പെല്ലാം ഇട്ടിന്, പക്ഷേങ്കിൽ ഞാൻ ഇതിലും കൂടി ഇന്ന് റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബട്ടൂര മാത്രമായിട്ട് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ മട്ടൻ കുറുമൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു ബട്ടൂരയും മട്ടൻ കുറുമ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ബട്ടൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 3 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണ് ഗീയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ആർക്കജിക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ട, പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണ് തൈര്. പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിന്, അത് ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും പച്ചമുളകും മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറുങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ്, ഒരു 1/4 കപ്പോളം മതി. പിന്നെ പച്ചമുളക് ഞാൻ 3 എണ്ണം എടുത്തത്, 3 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പും ചെറുതായിട്ട് മുറിച്ചത്. മല്ലിച്ചപ്പ് 2 ടേബിൾ സ്പൂൺ അങ്ങനെ മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിൻ്റെ മാവ് എങ്ങനെ കുഴച്ചെടുക്കുന്ന അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ബട്ടൂരൊക്കെ കുഴച്ചെടുക്കുന്നില്ല, അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കം നല്ല പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ ക്യാബേജ് അതെല്ലാം അങ്ങനെ ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, നല്ല കളറും കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ക്യാപ്സിക്കം എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതിന്. പക്ഷേ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ക്യാപ്സിക്കം ഇട്ട് കൊടുത്താൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ബട്ടൂരിൻ്റെ മാവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കാം. നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് മട്ടൻ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ മട്ടൻ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മട്ടൻ ഞാൻ 1 കിലോ മട്ടനാണ് എടുത്തത്. നമുക്ക് ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാം. നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് 3 ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. ഇഞ്ചി ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി 5 അല്ലി വെളുത്തുള്ളി എടുക്കുക. പച്ചമുളക് ഞാൻ 5 എണ്ണം എടുത്തത്, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്താൽ മതി കേട്ടോ, അരഞ്ഞു വേണ്ട. അരഞ്ഞാൽ പിന്നെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതാ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാൻ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്തായാലും സാരമില്ല, ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് ഇതിൽ 2-3 ഏലക്കായ 2-3 ഗ്രാമ്പു പിന്നെ അതുപോലെ തന്നെ ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കാം. ഉള്ളിയുടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് 3ഉം കൂടി ഒരുമിച്ച് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തത്, ചെറുതാണെങ്കിൽ 2 തക്കാളി എടുത്തു കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം. നമ്മൾ തക്കാളി വാടിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മട്ടൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് 2ാം പാലിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ 2ാം പാലിലൊന്നും വേവിക്കില്ല, ഞാൻ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് വേവിക്കൽ. എന്നിട്ട് വെന്തതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കലാണ്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റോ അത്രയും വെച്ചാൽ മതി. എന്നിട്ട് ഈ മട്ടൻ വേവുന്നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാനിതാ നമ്മൾ കുഴച്ച് വെച്ച ബട്ടൂരൻ്റെ മാവുണ്ടല്ലോ അതിതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓരോ ബോളാക്കിയിട്ട് പരത്തിയെടുക്കാം.
പിന്നെ കറിയിൽ മല്ലിപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ 1.5 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ ടേബിൾ സ്പൂണൊന്നും എടുക്കണ്ട കേട്ടോ. അതിൻ്റെ കുറച്ച് ചെറുത്ത് നമ്മൾ ടീസ്പൂണിൻ്റെ കുറച്ച് വലുതുണ്ടാവില്ലേ, ആ ഒരു സ്പൂണിലായിരിക്കണം നമ്മൾ 1.5 ടേബിൾ സ്പൂൺ അളവിൽ എടുക്കേണ്ടത്. അങ്ങനെ കുറേ മല്ലിപ്പൊടി ഒന്നും ഇടണ്ട, അന്നേരം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഈ ബട്ടൂര പരത്തിയെടുക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ നല്ല കളറ് മിക്സ് കളറായിട്ട് നല്ല രസത്തിലാണ്. ഇനി പച്ചയും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു റെഡ് പച്ചമുളകും കൂടി ഇട്ടിനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും പരത്തിയെടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ നോക്കാം. പിന്നെ ഒരുവിധ ആക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടൂരയുടെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അതിന് ബാക്കി നമ്മളെ മട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബട്ടൂര ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ തേങ്ങാ പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. തേങ്ങാ പൗഡർ പിന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ സാധാരണ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാൻ തേങ്ങാപ്പാൽ അങ്ങനെ എടുക്കാനൊന്നും നിൽക്കില്ല. തേങ്ങാപ്പാൽ നമ്മൾ കുറച്ച് കട്ടീന് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങാ പൗഡർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് 1 കപ്പ് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിലൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് ഈ വേവിച്ച മട്ടനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതിലുള്ള ഇറച്ചിനെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുങ്ങനൊന്ന് തിളച്ചാൽ ഇത് ഓഫാക്കിയാൽ മതി. കൂടുതലിനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ തിളപ്പിക്കുന്ന സമയത്ത് പേടിക്കൊന്നും വേണ്ട, പാൽ പിരിഞ്ഞു പോകുന്നോ അങ്ങനത്തെ ഒന്നും പേടിയൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിന്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുത്തിന്. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ കുറുമയുടെ റെഡിയായി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ ഒരു ബട്ടൂരയും പിന്നെ മട്ടൻ കുറുമയും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഈ മട്ടന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാം, ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.